മന്ത്രാസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ടൊരു സ്വീറ്റ് തയ്യാറാക്കാം. ചക്കപ്പഴത്തിൻ്റെ സീസൺ കഴിയാറായിട്ടുണ്ട്. എല്ലാവരും വരിക്കച്ചക്ക കിട്ടുകയാണെങ്കിൽ ഈ സ്വീറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ആദ്യം തന്നെ നമുക്ക് ചക്ക ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. ഒരു 10-15 പീസ് ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 10-15 പീസ് ചക്ക നമുക്ക് ഒന്ന് അരച്ചെടുത്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 കപ്പ് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ കരിഞ്ഞു പോകാതെ കൈ മാറ്റാതെ ഇളക്കി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവയും ചക്കപ്പഴവും കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. ഇപ്പോൾ റവയുടെ കളർ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച ചക്കയും അരിഞ്ഞു വെച്ച ചക്കയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. ഈ സ്വീറ്റിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചക്ക ഈ നെയ്യിലിട്ടൊന്ന് മുരിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മുരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടുക്കി പിടിക്കാതെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ ആഡ് ചെയ്ത് കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് റവ കട്ട കെട്ടും. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് റവയും 2 കപ്പ് വെള്ളവുമാണ് ചേർത്തത്. അപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഏലക്കാപ്പൊടിയും നെയ്യും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴവും റവയും കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ മന്ത്രാസ് കുക്കിംഗ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്.